Good morning, students. Welcome back to our class. Our previous class was all about the searching tips, how the search engine works, and I have assigned some works for you. I hope you have done that. So when I say something, you have to do it. You better experience that, otherwise you wouldn't get an idea what all this about. So we are moving to the FTP protocol. FTP protocol. The other things you can just read it. There's some searching tips. So you read it and search for it. Do it yourself as an assignment. Okay, we are moving to FTP protocol. So what is FTP? What is the full form? What would it become when it expanded? FTP. File Transfer Protocol. As I said in the first class, everything in every terms in internet information technology actually says what it does. FTP, File Transfer Protocol, a protocol which is used for transferring files. FTP or File Transfer Protocol is commonly used protocol for exchanging files over any network that support the TCP/IP protocol, such as the internet or intranet. TCP/IP is a main protocol used for communications over internet and intranets. അപ്പോൾ എന്താണ് FTP എന്ന് പറയുന്നത്? ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. FTP is a standard file transfer protocol which is used for transferring ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുക. എന്തിൻ്റെ ഇടയിൽ? അതായത് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലോ ഒരു സെർവറിൽ നിന്നോ, അതായത് എന്താ പറയുക, അതിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. FTP is a standard protocol which is used to transfer files between computers and server over a network such as internet. ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഇൻട്രാനെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൻ്റെ എന്താ പറയുക ഉള്ളിൽ നിന്നുകൊണ്ട് ഫയൽ ട്രാൻസ്ഫറിങ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓർ സെർവേഴ്സ് ഓർ കമ്പ്യൂട്ടർ ഫ്രം ദ സെർവർ ടു ദ കമ്പ്യൂട്ടർ എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഫയൽ എക്സ്ചേഞ്ച് നടത്തുന്ന ഒരു പ്രോട്ടോക്കോളിനെയാണ് എന്ത് പറയുന്നത്? FTP എന്ന് പറയുന്നത്, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ ദർ ആർ 2 കമ്പ്യൂട്ടേഴ്സ് ഇൻവോൾവ് ഇൻ ആൻ FTP സെർവർ. അതിൽ മെയിനായിട്ട് വേണ്ട 2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ചെയ്യുക. ഒരു മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടുന്ന് മണി ട്രാൻസ്ഫർ ചെയ്യാണ് വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ അത് വാങ്ങിക്കാൻ ഒരാൾ വേണം, സെൻഡ് ചെയ്യാൻ ഒരാൾ വേണം, ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫെയിലിയർ ആയിപ്പോയില്ലേ. അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 2 ആൾക്കാരാണ് വേണ്ടത്. ആൾക്കാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2 കമ്പ്യൂട്ടേഴ്സ്. An FTP server and an FTP client. We all know that what is a server and what is a client. ക്ലയൻറ്റ് എന്താണെന്നും സെർവർ എന്താണെന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫയൽസിൻ്റെ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ we need 2 things which are an FTP server and an FTP client. ഇത് രണ്ടുമാണ് ഇതിന് വേണ്ടത്. The FTP server is a computer that is running FTP server software. FTP server എന്ന് പറയുന്നത് എന്താ? A computer which has FTP server software installed in it. ഒരു FTPയുടെ സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുക? FTP server എന്ന് പറയുക. An FTP server listen on the network for connection requests from other computers. ക്ലയൻസിൽ നിന്നുള്ള കണക്ഷൻ റിക്വസ്റ്റിനെ നോക്കിയിരിക്കും ആര്? FTP സെർവർ. FTP സെർവർ എന്ന് പറഞ്ഞാൽ എന്താ? FTP സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുക? FTP സെർവർ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ പരിപാടി എന്താ? അതെന്താ ചെയ്യുക? ഒരു ട്രാൻസ്ഫറിങ് നടക്കണമെങ്കിൽ നമുക്ക് 2 പേരും, സെൻഡറും റിസീവറും വേണമല്ലോ. അപ്പോൾ സെൻഡറും റിസീവർക്കും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർ തമ്മിലൊരു കണക്ഷൻ വേണമല്ലോ. കണക്ഷൻ ഇല്ലാതെ ട്രാൻസ്ഫറിങ് നടക്കില്ലല്ലോ. അപ്പോൾ കണക്ഷൻ റിക്വസ്റ്റ് ആര് മെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ ആര് റിക്വസ്റ്റ് ചെയ്യണം?
ക്ലയൻസ് റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കണക്ഷൻ റിക്വസ്റ്റുകളെ നോക്കിയിരിക്കും ആര്? FTP സെർവർ. അങ്ങനെ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ അവർ എന്ത് ചെയ്യും? ഈ റിക്വസ്റ്റിനെ സെർവർ അക്സെപ്റ്റ് ചെയ്തിട്ട് പ്രോസസ്, ആൻഡ് if it is reliable, we can connect with the server. It will allow the request to connect with the server, and then we can transfer files or data between the connected server and client. Once connected, the customer can do a number of file manipulation operations, such as uploading files to the server, downloading files from the server, renaming or deleting files on the server, and so on. Pretty much everything can be done. നമ്മളൊരു കണക്ഷൻ, അതായത് സെർവറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം എല്ലാം തന്നെ ചെയ്യാം. നമുക്ക് ഫയൽസ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ആ ഒരു സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാം. If you wanted to upload some files to the server, you can do that. If you wanted to download some files from the server, you can do that. Renaming it, deleting it. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ? once we get connected with the server. പക്ഷേ നമുക്ക് അങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു FTP, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ മൂവീസ് ഉണ്ട്. മൂവീസ് വേണ്ട, എൻ്റെ കയ്യിൽ കുറേ പെയിൻറ്റിങ്സിൻ്റെ ഡിജിറ്റൽ ആർട്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ഡിജിറ്റൽ പെയിൻറ്റിങ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ലോകത്തിൻ്റെ എവിടെയുള്ളവർക്കും ഇത് ആക്സസ് ചെയ്തോട്ടെ, അവർക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്തോട്ടെ. കുറച്ച് പാട്ടുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങി കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, എൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ ഞാനത് വേൾഡിന് അവൈലബിൾ ആക്കുകയാണ് ത്രൂ ആൻ FTP സെർവർ. അപ്പോൾ എങ്ങനെയായിരിക്കും അത് അവൈലബിൾ ആവുക? അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനൊരു FTP സെർവറായിട്ട് എൻ്റെ കമ്പ്യൂട്ടറിനെ ആക്ട് ചെയ്യിക്കുന്നു. എപ്പോഴാണ് കമ്പ്യൂട്ടർ FTP സെർവർ ആവുക? FTP സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അത് റൺ ചെയ്യുമ്പോൾ എന്താവും? FTP സെർവർ ആവും എൻ്റെ കമ്പ്യൂട്ടർ. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ എനിക്ക് ഈ ലോകത്തുള്ള ആർക്ക്, അതായത് ഈ സൊസൈറ്റിക്ക് അവൈലബിൾ ആക്കി കൊടുക്കേണ്ട ഫയൽസ് ഏതൊക്കെയോ, ഐ ക്യാൻ മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ദം. സോ ഓൾ ദേ ഹാവ് ടു ഡു ഇസ് typing the address of my FTP server on the browser or the FTP client software in their system, and when they type it, I get the request for the connection. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, എല്ലാവർക്കും ഞാൻ അങ്ങ് കൊടുക്കുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കേ കൊടുക്കുന്നുള്ളൂ. അതായത് എൻ്റെ ഒരു കുറച്ച് പേർക്കേ കൊടുക്കുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിലും കയറിയെടുക്കാവുന്ന ഒരു രീതിക്കല്ല ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു യൂസർ നെയിമും പാസ്വേഡും വെച്ച് അവരോട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കറിയാം ആരൊക്കെ കയറി, ആരൊക്കെ എടുത്തിട്ടുണ്ട്, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അതൊക്കെ എനിക്ക് അറിയണം. ആരൊക്കെയാണ് എൻ്റെ ഫയൽസ് എടുത്തതെന്ന് അറിയണം. എങ്കിൽ they have to provide, or they have to sign in to the account in order to download or manipulate all the files have been made public. മനസ്സിലായോ? ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ്, ഐ നോ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇപ്പോൾ എൻ്റെ ഫയൽസിനെ ഞാൻ പബ്ലിക്കിന് വേണ്ടി വിട്ടുകൊടുത്തു. ഓക്കെ, ഇഫ് ദേ വാണ്ടഡ് ടു ഗെറ്റ് ദാറ്റ് ഫയൽസ് ഫ്രം മൈ സെർവർ, ദേ ഹാവ് ടു ഗെറ്റ് കണക്റ്റഡ് വിത്ത് മൈ സെർവർ. അപ്പോൾ അവർക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ, അതായത് എൻ്റെ സെർവറിൽ നിന്ന് ആ ഫയൽസിനെ കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു കണക്റ്റ്. അവർക്ക് കണക്റ്റ് ചെയ്യണം എൻ്റെ കമ്പ്യൂട്ടറിലേക്ക്. അപ്പോൾ അവരെന്ത് ചെയ്യും? കണക്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ സെർവറിൻ്റെ അഡ്രസ്സ് അവർക്കറിയണം. ആ അഡ്രസ്സ് അവർ ടൈപ്പ് ചെയ്യുന്നു. എവിടെ? ബ്രൗസറിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിലോ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് എന്താ കിട്ടുക? അവർക്ക് ഒരു ഇൻഡെക്സ് കിട്ടും. ഇൻഡെക്സിൻ്റെ അകത്ത് ഫോൾഡേഴ്സ്, ദേ ക്യാൻ സീ ദ ഫോൾഡേഴ്സ് അവൈലബിൾ ഫോർ ദം. അല്ലെങ്കിൽ ഞാൻ അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കിയിരിക്കുന്ന ഫയൽസ് അതവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ വേറെ ഫയൽസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അത് ഞാൻ കൊടുക്കുന്ന പ്രിവിലേജ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇഫ് ദേ ക്യാൻ ഓൺലി ഡൗൺലോഡ്, ദേ ക്യാൻ ഓൺലി ഡൗൺലോഡ്.
if I'm giving administrator privilege to the users, they can manipulate, they can delete, they can rename, they can do anything. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ ഈ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? ഇനി ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നമുക്ക് യാതൊരു ഓതൻറ്റിക്കേഷനോ അങ്ങനെ ഒന്നും ഒരു സംഭവവും ഇല്ല. നമ്മൾ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നു, മൈ സെർവർ വിൽ അക്സെപ്റ്റ് ദാറ്റ് കണക്ഷൻ റിക്വസ്റ്റ് ആൻഡ് യു വിൽ ഗെറ്റ് കണക്റ്റഡ് വിത്ത് മൈ സെർവർ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ബട്ട് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ ഡൗൺലോഡ് ചെയ്യണ്ട. അപ്പോൾ എനിക്കറിയാവുന്ന ആൾക്കാർക്ക് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരാരാണെന്ന് അറിയിച്ചുകൊണ്ട്, ഇപ്പോൾ ആദ്യം പറഞ്ഞ സിനാരിയോയിൽ ഇത് ആരൊക്കെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഈ ഫയൽ കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു ഗേറ്റ് വേ, അതായത് ലോഗിൻ ചെയ്താൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലോഗിൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത്, നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുത്ത് ലോഗിൻ ചെയ്തതിനും ശേഷം മാത്രമേ അവർക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലാക്കുകയാണെങ്കിൽ എനിക്കറിയാൻ പറ്റും ആരൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്തു എന്നുള്ള കാര്യം. അത് ഓരോ FTP സെർവറിൻ്റെ കണക്ഷൻ്റെ ഒരു മാനദണ്ഡങ്ങൾ മാറിയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് തിങ്. ഒരു FTP സെർവർ വേണം, ഒരു FTP ക്ലയൻറ്റ്. ദാറ്റ്സ് ഓൾ യു നീഡ് ടു കണക്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡേറ്റ ബിറ്റ്വീൻ ദ സെർവർ ആൻഡ് ദ കമ്പ്യൂട്ടർ. ആൻഡ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താ, FTP സെർവർ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് എനി ഓഫ് ദ ക്ലയൻറ്റ് need to connect or download or upload any files from or to the server, first they need to connect with the server. In order to do that, the client need to know what is the address of that server. When the client types or the user types the address on the browser or the FTP client software, it will be redirected to the FTP server. And then at that time, the FTP server will get some requests from the client software, and it will accept that request, and then it will get connected, and they can transfer data between. അപ്പോൾ അതാണ് ഇതിൻ്റെ things. So the FTP client is a computer that is running FTP software. FTP client is a software that is running FTP client software. An FTP client computer initiates a connection to the server. സെർവറിലേക്കുള്ള കണക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ആരാ? FTP ക്ലയൻറ്റിനാണ് കണക്ട് ചെയ്യപ്പെടേണ്ടത്. സെർവർ എന്ത് ചെയ്തിരിക്കും, ഇങ്ങനെയുള്ള കണക്ഷൻസ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കും. Once connected, the customer can do a number of manipulation operations such as uploading files to the server, downloading files from the server, renaming or deleting files on the server, and so on. Virtually every computer platform support FTP. This allows any computer connected to a TCP/IP based network to manipulate files on another computer on that network regardless of which operating systems are involved. എന്ന് പറഞ്ഞാൽ എന്താ, TCP/IP നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൽ ഈ FTP എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യാൻ പറ്റും, റിഗാർഡ്ലെസ് ദ OS ദേ ആർ യൂസിങ്. ഏത് OS യൂസ് ചെയ്താലും, ഇപ്പോൾ എന്താ പറയുക, വിൻഡോസോ ഉബണ്ടു ലിനക്സോ എന്ത് യൂസ് ചെയ്താലും ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ ഒരു നെറ്റ്വർക്കിലുള്ള രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ പറ്റും. ഒരു നെറ്റ്വർക്കിലായിരിക്കണം, TCP/IP ബേസ്ഡ് നെറ്റ്വർക്കിൽ, ഒരു ഇൻ്റർനെറ്റിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യം കണ്ടിരുന്നു ഇൻ്റർനെറ്റ് ഓർ ആൻ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് നെറ്റ്വർക്കാണ്, ആർക്കും ആക്സസ് ചെയ്യാം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക്. യു ക്യാൻ സീ ദ ഡെഫിനിഷൻ ഹിയർ. ഇൻട്രാനെറ്റ് ഈസ് എ ലോക്കൽ ഓർ റെസ്ട്രിക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, especially a private network created using World Wide Web software. ഒരു ലോക്കൽ റെസ്ട്രിക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ആളുകൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോക്കൽ നെറ്റ്വർക്കാണ് എന്ത്, ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. Whereas in the case of internet, it is public and everyone who's got airtime in their mobile or who's got a net connection in the laptop or the desktop they are using, they can access internet. But ഇതിലോ
ഓതറൈസ്ഡ് പേഴ്സണൽസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്. There are many existing FTP clients and server programs, and many of these are free. Some examples include വിൻഡോസിലെ എന്താണ് ക്ലയൻറ്റ് സോഫ്റ്റ്വെയർസിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. You better check it. And downloading and uploading files from remote site. റിമോട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിമോട്ട് സൈറ്റ് എന്ന് ഇപ്പോൾ പറയുന്നത് എന്താ? അതിൽ FTP സെർവർ. അതായത് സെർവർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നു, ഞാനൊരു FTP സെർവർ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുറച്ച് ഫയൽസ് ഇടുന്നു. നിങ്ങൾ എവിടെയൊക്കെയോ ഇരിക്കുന്നു. നിങ്ങളുടെ വീട് എൻ്റെ അടുത്തല്ലല്ലോ, കുറച്ച് അപ്പുറമൊക്കെ ആയിരിക്കുമല്ലോ, എൻ്റെ അടുത്തില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ തന്നെ കോപ്പി ചെയ്യണമെങ്കിൽ പേസ്റ്റ് ചെയ്യണോ എന്തുവെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. Previous section mentions some FTP software that let you install and create FTP server and client computers. You can connect to FTP server by installing any of these programs. FTP server programs install ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു FTP server ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. FTP server എന്ന് പറഞ്ഞാൽ എന്താ? FTP server സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന കമ്പ്യൂട്ടർ.